Hello everyone, welcome back to Xylem Learning. It's me Muhammad Shafiq VK, your chemistry teacher. മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കാം കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്നുള്ളത്. ഇത് നിങ്ങളുടെ ക്വാർട്ടേർലി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം ഇതൊരു ലെങ്തി ചാപ്റ്റർ ആണ്, ഒപ്പം നല്ല മാർക്കിന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചാപ്റ്റർ കൂടിയാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും വില്ലന്മാരായിട്ടുള്ള ഏരിയകൾ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ്. ആ കെമിക്കൽ റിയാക്ഷനിൽ 3 മെയിൻ കെമിക്കൽ റിയാക്ഷൻ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ പോളിമറൈസേഷൻ, ഇത് വളരെ ഇൻഡെപ്തായി ഡീറ്റെയിൽ ആയി എടുത്തിട്ടുള്ള ഒരു പബ്ലിക് ലൈവ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് സാർ വിശ്വസിക്കുന്നു. കാരണം ആ ലൈവിന് താഴെ വരുന്ന കമൻറ്റുകളെല്ലാം സാർ വായിച്ചപ്പോൾ മനസ്സിലാകുന്നത് എല്ലാവരും നന്നായിട്ട് ഹാപ്പിയാണെന്നുള്ളതാണ്. ഇൻ കേസ് ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും കുട്ടികൾ ആ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കുക. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഉണ്ടായിരിക്കും. സോ മക്കളെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആ ഒരു ലൈവ് കണ്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നത്. കാരണം അതിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത 2 കെമിക്കൽ റിയാക്ഷൻസ് കൂടിയുണ്ട്. ഒന്ന് തെർമൽ ക്രാക്കിംഗ്, അതായത് താപീയ വിഘടനം എന്ന് പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ ആണ്. എന്താണ് തെർമൽ ക്രാക്കിംഗ് അതല്ലെങ്കിൽ താപീയ വിഘടനം മക്കളെ? ഓക്കെ, തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. തേം എന്നുള്ള ആ വേർഡിനർത്ഥം ഹീറ്റ് അല്ലെങ്കിൽ താപം എന്നാണ്. അപ്പോൾ ക്രാക്ക് ആവുക എന്ന് പറഞ്ഞാൽ മക്കളെ പൊട്ടുക എന്നാണ് അതിനർത്ഥം, അല്ലെ? താപം കൊടുത്ത് വിഘടിപ്പിക്കുന്നു എന്നാണ് ആ ഒരു റിയാക്ഷന് ഡെഫിനിഷൻ തന്നെ വരുന്നത്. സോ നമുക്കത് സിമ്പിളായിട്ട് പറയാം മക്കളെ. വലിയ ഒരു ഹൈഡ്രോ കാർബൺ, സാർ ഈ ഒരു പേപ്പറിനെ ഒരു ഹൈഡ്രോ കാർബൺ ആയിട്ട് സാർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വലിയൊരു ഹൈഡ്രോ കാർബൺ, ഈവൻ ഇതൊരു 7 കാർബണുകളുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണെന്ന് മക്കൾ വിചാരിക്കുക. ആ 7 കാർബണുള്ള ഹൈഡ്രോ കാർബണിനെ സാർ എന്ത് ചെയ്യാണ്? ചൂടാക്കുന്ന സമയത്ത് ആ 7 കാർബണുള്ള ഹൈഡ്രോ കാർബൺ 4 കാർബണുള്ള ഹൈഡ്രോ കാർബൺ ആയിട്ടും 3 കാർബണുള്ള ഹൈഡ്രോ കാർബൺ ആയിട്ടും ക്രാക്കായി വേറെ 2 ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളായി, കോമ്പൗണ്ടുകളായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പൊ സാറിനോട് ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. സാർ, 7 എണ്ണം എന്നുള്ളത്, അഥവാ 7 കാർബൺ എന്നുള്ള ചെയിനുകൾക്ക് വേണമെങ്കിൽ 3, 4 എന്നിങ്ങനെ പൊട്ടാതെ അതിന് വേണമെങ്കിൽ 2, 5 എന്ന് പൊട്ടിയാലും 7 തന്നെയല്ലേ? ശരിയാണ്. എന്തെങ്കിലും 1, 6 അങ്ങനെയും പൊട്ടാമല്ലോ. ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കെമിക്കൽ റിയാക്ഷനുള്ള പ്രത്യേകത, ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ലൈവുകളിലൊക്കെ പഠിച്ചിട്ടുള്ള 3 കെമിക്കൽ റിയാക്ഷനും എങ്ങനെ നടക്കുന്നുവെന്നും എങ്ങനെ നടന്നാൽ അതിൻ്റെ പ്രൊഡക്റ്റ് ഇതായിരിക്കുമെന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. പക്ഷേ തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനത്തിൻ്റെ ഈ ഡെഫിനിഷൻ നമുക്ക് പറയാനല്ലാണ്ട് ഒരു റിയാക്റ്റന്റിന് തെർമൽ ക്രാക്കിംഗ് സംഭവിച്ചാൽ ഏത് പ്രൊഡക്റ്റ് തന്നെ കിട്ടണം എന്നൊരു നിർബന്ധമില്ല. അത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനനുസരിച്ച്, താപത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമ്പിൾസ് മാത്രമേ ഇവിടെ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതല്ലാണ്ട് ഇപ്പോൾ ഒരാൾ പറയാണ് ബ്യൂട്ടൈൻ എന്ന് പറയുന്നുള്ള ഒരു വലിയൊരു ഹൈഡ്രോ കാർബൺ, അല്ലെ? 4 കാർബൺ ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ് നമ്മളുടെ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. സാർ ഇവിടെ ബ്യൂട്ടൈൻ എന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. യെസ് മക്കളെ, ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് വരയ്ക്കാം CH3, CH2, CH2, ദെൻ CH3. ഇത് 4 കാർബൺ ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ഇതിന് ഹീറ്റ് ചെയ്തു അഥവാ താപം കൊടുത്തു. അതിനാണ് ഞാൻ ട്രയാങ്കിൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. അത് ആ സമയത്ത് സാർ ഇവിടെ എഴുതാൻ പോകുന്നത് എന്താണ്? CH4 എന്നും, അഥവാ മീഥെയിൻ, അല്ലെ? പ്ലസ് എന്താ? CH2 ഡബിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3. അതായത് ഇതിനെ ഞാൻ വിളിക്കാം എന്താണ്? പ്രൊപ്പീൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പ്രൊപ്പീൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇതെന്താണ് മക്കളെ? മീഥെയിൻ ആണ്. മറ്റേതെന്താണ്? പ്രൊപ്പീൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു ഇങ്ങനെ മാത്രമേ ബ്യൂട്ടൈൻ തെർമൽ ക്രാക്ക് നടക്കൂ എന്ന് എനിക്ക് പറയാനുള്ള അവകാശമില്ല. കാരണം എന്താ? ബ്യൂട്ടൈൻ വേണമെങ്കിൽ 2, 2 എന്നിങ്ങനെ പൊട്ടാമല്ലോ. ഓക്കെ, അതല്ലെങ്കിൽ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് ഇതേപോലെ 1, 3 എന്നിങ്ങനെ പൊട്ടാനും ചാൻസ് ഉണ്ട്, ക്രാക്ക് ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മക്കൾ പഠിക്കേണ്ടത് തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹയർ ഹൈഡ്രോ കാർബൺസ്, അതായത് വലിയ ഹൈഡ്രോ കാർബൺസ് ഓൺ ഹീറ്റിംഗ്, അതായത് ഹീറ്റ് ചെയ്യാണ്. പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട പോയിന്റ് എന്താ? ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. ഓക്കെ, വായുവിന്റെ അസാന്നിധ്യത്തിലായിരിക്കണം. ഫോം ലോവർ ഹൈഡ്രോ കാർബൺ, അവരെന്തായി മാറുന്നു? ചെറിയ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് അറിയോ? തെർമൽ ക്രാക്കിംഗ് ആർക്കാണ് നടക്കുക? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അഥവാ പൂരിത സംയുക്തങ്ങൾക്ക്, ആൽക്കൈനുകൾക്കാണ് നടക്കുക. ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നങ്ങൾ എന്തായിരിക്കും? മിക്സ് ആയിരിക്കും. അതിൽ ആൽക്കൈൻ അഥവാ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പൂരിതമായിട്ടുള്ള ആൽക്കൈനുകൾ ഉണ്ടാവും, ആൽക്കീനുകൾ ഉണ്ടാവും. ഓക്കെ, മേ ബി ആൽക്കൈനുകളും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളുടെ തെർമൽ ക്രാക്കിങ്ങിന്റെ ഉൽപ്പന്നങ്ങൾ എന്തായിരിക്കും?
പൂരിതവും അപൂരിതവുമായിട്ടുള്ള സംയുക്തങ്ങൾ കൊണ്ടുള്ള മിക്സ്ഡ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ തന്നെ മക്കൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഇത് മീഥെയ്ൻ എന്ന് പറഞ്ഞത് സാച്ചുറേറ്റഡ് ആണ് അഥവാ പൂരിതമാണ്. പ്രൊപ്പീൻ എന്ന് പറയുന്നത് അതെന്താ ആൽക്കീൻ, അതാ അൺസാച്ചുറേറ്റഡ് ആണ്. മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് മക്കൾ അവിടെ ഓർത്തു വെക്കേണ്ടത്. പ്രൊഡക്ട്സ് കണ്ടെയ്ൻസ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, ഉൽപ്പന്നങ്ങളിൽ പൂരിതവും അപൂരിതവുമായിട്ടുള്ള സംയുക്തങ്ങൾ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകൾ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള 2 എക്സാമ്പിളുകളാണ് സാർ ഇനി പറയാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാം. നോക്കണടാ, ഇതിന്റെ പേരെന്താ? CH3 CH2 CH3. ഇതിന്റെ പേരെന്താ വരിക? പ്രൊപ്പെയിൻ എന്നാണ് വരുന്നത്. പ്രൊപ്പെയിൻ 3 കാർബൺ ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ഈ പ്രൊപ്പെയിനെ നമ്മൾ എന്ത് ചെയ്യാനടാ? ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, ആ സമയത്ത് പ്രൊപ്പെയിൻ എന്തൊക്കെയായി മാറുന്നു മക്കളെ? 1 കാർബണുള്ള മീഥെയ്നും അതോടൊപ്പം തന്നെ എന്താണ് 2 കാർബണുകളുള്ള ഈഥീനുമായി മാറുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? മീഥെയ്ൻ അല്ലെ, സാച്ചുറേറ്റഡ് ആണ്, പൂരിതമാണ്. ഈഥീൻ എന്ന് പറയുന്നത് എന്താണ്? അൺസാച്ചുറേറ്റഡ് അഥവാ അപൂരിതമാണ്, ആൽക്കീൻ ആണല്ലോ. അപ്പൊ ഇതെന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളുടെ ഈ പറയുന്ന തെർമൽ ക്രാക്കിങ്ങിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഷോർട്ട് ആക്കി എഴുതാം. എങ്ങനെയാ? C3H8 എന്ന് എനിക്ക് പ്രൊപ്പൈൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതാമല്ലോ മക്കളെ. സോ അതിൽ നിന്ന് എന്താ കിട്ടുക? CH4 അങ്ങനെ തന്നെ പ്ലസ് എങ്ങനെ എഴുതാം? C2H4 എന്ന് എഴുതാം അല്ലേ? ഇത് സെയിം ആണ് മക്കളെ, ഈ റിയാക്ഷൻ തന്നെയാണ് ഈ റിയാക്ഷൻ. ഇത് താഴെയുള്ളത് മോളിക്കുലാർ ഫോർമുല വെച്ചിട്ടും മേലെയുള്ളത് അതിന്റെ സ്ട്രക്ചർ വെച്ചിട്ടും എഴുതി എന്ന് മാത്രം. ഓക്കെ, എക്സാമിന് ഇങ്ങനെയും ചോദിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. ഇങ്ങനെ ചോദിച്ചാൽ വളരെ എളുപ്പമാണ് അല്ലേ? ഇത് ഒരിക്കലും മക്കൾ വിഷമിക്കേണ്ട. പ്രൊഡക്റ്റ് എല്ലാം നിങ്ങളോട് എഴുതാൻ പറയൂല. അവർ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നിട്ട് ഒരു പ്രൊഡക്റ്റ് എഴുതാനോ അതല്ലെങ്കിൽ 2 പ്രൊഡക്റ്റ് തന്നിട്ട് അതിന്റെ റിയാക്റ്റന്റ് എഴുതാനോ ചോദിക്കുള്ളൂ. എളുപ്പല്ലേ? ഇത് തന്നു. ഇവിടെ എന്താന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് എഴുതാം അല്ലേ? എങ്ങനെ ചിന്തിച്ച് പഠിക്കാത്ത കുട്ടികൾക്ക് വരെ എഴുതാം. 3 കാർബൺ ഉള്ളത് 1 കാർബൺ ഇവിടെ ആയി, അപ്പൊ ബാക്കി 2 കാർബൺ ഉണ്ടാവും. 8 ഹൈഡ്രജൻ ഉള്ളത് 4 ഹൈഡ്രജൻ ഇവിടെ പോയി, അങ്ങനെയാണ് ബാക്കി 4 ഉണ്ടാവും. എഴുതാൻ പറ്റുമല്ലോ. റെഡി? അപ്പൊ തെർമൽ ക്രാക്കിംഗ് എന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഒരു എക്സാമ്പിൾ ആണ് മക്കളെ ഹെപ്റ്റൈൻ. ഓക്കെ, സാർ അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ടിലൊന്ന് വരച്ചു നോക്കുക, നിർബന്ധമാണ് കേട്ടോ. അടുത്ത എക്സാമ്പിൾ ആണ് ഹെപ്റ്റൈൻ. ഹെപ്റ്റൈൻ എന്ന് പറയുമ്പോൾ C7H16 ആയിരിക്കും. H16 ആയിരിക്കും ഹെപ്റ്റൈൻ എന്ന് പറയും അല്ലെ മക്കളെ? അറിയാം മക്കൾക്ക് 7 കാർബൺ ഹെപ്റ്റാണ്, സിംഗിൾ ബോണ്ടുള്ള ഹെപ്റ്റൈൻ ആണത്. ഈ ഹെപ്റ്റൈനിനെ നമ്മൾ തെർമൽ ക്രാക്കിംഗ് നടത്തിയാൽ, അതായത് നമ്മൾ താപീയ വിഘടനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് ഉള്ള ഒന്നാണ് മക്കളെ. ഇത് മാത്രമേ കിട്ടൂ എന്ന് സാർ പറയൂല, പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഈ ഹെപ്റ്റൈൻ്റെ തെർമൽ ക്രാക്കിങ്ങിൽ ഒരു ചാൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊന്ന് എങ്ങനെയാണ് മക്കളെ? ഈ രൂപത്തിലാണ്. മക്കളെ കേൾക്കണേ. എന്താന്ന് വെച്ചാൽ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. C3H6 പ്ലസ് C4H10. ഇതെന്താ? നിങ്ങളൊന്ന് നോക്കിയേ. എങ്ങനെ ഇത് നോക്കുക? നമ്മൾക്ക് സ്ട്രക്ചർ തരാഞ്ഞാലും നമുക്ക് ഇതിന്റെ പേര് കിട്ടും. 3 കാർബൺ ആണ്. 3 കാർബൺ ആകുമ്പോൾ മക്കൾക്ക് അറിയാം ഇറ്റ്സ് പ്രൊപ്പ് അല്ലേ? പിന്നെ പ്രൊപ്പെയിൻ ആണോ, പ്രൊപ്പീൻ ആണോ, പ്രൊപ്പൈൻ ആണോ എങ്ങനെ അറിയാം? C3H6 ആണ്. കാർബണിന്റെ നേരെ ഡബിൾ ആണ് ഹൈഡ്രജൻ വരുന്നത്. അപ്പൊ ഏതിന്റെ ഫോർമുലയാണ്? CnH2n, അതായത് ആൽക്കീൻ ആണ്. അപ്പൊ ഇതെന്താ? പ്രൊപ്പീൻ ആണ്. ഇനി ഇതെന്താണ് മക്കളെ? ബ്യൂട്ടാണ്. ബ്യൂട്ട് മീൻസ് 4 കാർബൺ. AN ആണോ, EN ആണോ, YN ആണോ എങ്ങനെ അറിയാം? C4H10 ആണ്. അപ്പം 4 എന്ന് പറയുന്നതിന്റെ ഇരട്ടി 8 പ്ലസ് 2 ആണ് 10. അപ്പം CnH2n+2 അത് ഏതിന്റെ ഫോർമുലയാ? ആൽക്കെയിൻ, അതായത് ബ്യൂട്ടൈൻ. അപ്പൊ സാർ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല വെച്ചിട്ടുള്ള സ്ട്രക്ചറാണ്, റിയാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഇതിന്റെ ഘടന വെച്ചിട്ടുള്ളത്, സ്ട്രക്ചർ വെച്ചിട്ടുള്ളത് വരച്ചു നോക്കാം. തെർമൽ ക്രാക്കിംഗ് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് വളരെ എളുപ്പമുള്ള റിയാക്ഷൻ ആണ് മക്കൾ, സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. എന്താന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ മക്കളെ. യെസ്, എന്താണ് ജ്വലനം അതല്ലെങ്കിൽ കമ്പഷൻ റിയാക്ഷൻ എന്നാണ് നമ്മൾ പറയാം. ജ്വലനം അതല്ലെങ്കിൽ കമ്പഷൻ റിയാക്ഷൻ എന്ന് പറയും. എന്താണ് ജ്വലനം അതല്ലെങ്കിൽ കമ്പഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു സാധനം കത്തുക എന്ന് മക്കൾ വിചാരിക്കാം, അത് നമുക്ക് കമ്പഷൻ എന്ന് വിളിക്കാം. എല്ലാ കത്തലും എന്നല്ല പറയുന്നത്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കത്തുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുന്നു. എന്തിന്റെ പ്രസൻസിൽ? ഓക്സിജന്റെ പ്രസൻസിൽ. അപ്പൊ എന്ത് സാധനം കത്തുക എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ബേൺ ചെയ്യാന്ന് പറഞ്ഞാലും കമ്പഷൻ നടക്കുക എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ജ്വലനം നടക്കുക എന്ന് പറഞ്ഞാലും ആ സാധനം പ്ലസ് ഓക്സിജൻ എന്ന് മക്കൾ മനസ്സിലാക്കുക. ഉണ്ടാകുന്നത് എന്തായിരിക്കും? അതിന്റെ ഓക്സൈഡുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ,
മക്കളെ മെഗ്നീഷ്യമാണ് സാർ കത്തിക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് എഴുതാം. മെഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് മെഗ്നീഷ്യത്തിന്റെ ഓക്സൈഡ് ഉണ്ടാവും. സാറ് കത്തിക്കുന്നത് സോഡിയം ആണെങ്കിലോ, സോഡിയമാണ് സാർ കത്തിക്കുന്നതെങ്കിൽ സോഡിയവും ഓക്സിജനും ചേർന്ന് സോഡിയത്തിന്റെ ഓക്സൈഡ് ആയിട്ടുള്ള സോഡിയം ഓക്സൈഡ് ഉണ്ടാകും. ഓക്കെ, സാറ് കത്തിക്കുന്നത് കാർബൺ ആണെങ്കിൽ കേൾക്കണേ, സാറ് കത്തിക്കുന്നത് കാർബൺ ആണെങ്കിൽ കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. സാറ് കത്തിക്കുന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ, ഹൈഡ്രജൻ ആണ് സാറ് കത്തിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. എന്നാൽ സാറ് കത്തിക്കുന്നത് ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ, ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അവിടെ ഹൈഡ്രജൻ ഉണ്ടാകും, കാർബൺ ഉണ്ടാകും, സിയും ഉണ്ടാകും, എച്ചും ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഹൈഡ്രോ കാർബൺ കത്തിയായാലും ഞാൻ നേരത്തെ പറഞ്ഞു എന്തിന്റെ കമ്പഷൻ ആണെങ്കിലും +O2 ഗിവ്സ് എന്തൊക്കെ ഉണ്ടാവുക മക്കളെ? ഇതിൽ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. കാർബണിന്റെ കമ്പഷന് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജന്റെ കമ്പഷന് വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ അല്ലേ മക്കളെ? അപ്പൊ മക്കൾ മനസ്സിലാക്കുക, കാർബണും ഹൈഡ്രജനും ഉള്ള ഏതൊരു ഹൈഡ്രോ കാർബണും നമ്മൾ കമ്പഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡക്റ്റ് ആയി കാണുന്ന ഏതൊരു റിയാക്ഷനും മക്കൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കുക? അത് കമ്പഷൻ ആണ്. ഏതിന്റെ? ഹൈഡ്രോ കാർബണിന്റെ. നിങ്ങൾക്ക് ഒരുപക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ്, കമ്പഷൻ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കി തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ ഏത് റിയാക്ഷനാണ്. ആ സമയത്ത് നമ്മൾക്ക് കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനം മനസ്സിലാക്കാനുള്ള ട്രിക്ക് എന്താ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡക്റ്റിൽ ഉണ്ടായിരിക്കും, +O2 എന്നുള്ളത് റിയാക്ടന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ വെറും CH അല്ലല്ലോ, CH4 ആകാം, C2H6 ആവാം, C3H8 ആവാം, C4H10 ആവാം, അഥവാ മീഥെയിൻ, ഈഥെയിൻ, ബ്യൂട്ടൈൻ ഒക്കെ ആവാം അല്ലേ? ഇവിടെ സാർ മീഥെയിൻ ആണ് എഴുതിയത്, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ പ്രൊഡക്റ്റ് ആയി കിട്ടും. ഇനി സാർ എഴുതുന്നത് ഈഥെയിൻ ആണെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡക്റ്റും വാട്ടറും പ്രൊഡക്റ്റ് ആയി കിട്ടും. സാർ പ്രൊപ്പൈൻ ആണ് ഇവിടെ എഴുതിയെങ്കിലോ അപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നെ. എന്തിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ? എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും. അത് മക്കൾ ബാലൻസ് ചെയ്താൽ മതി. ഇത് എങ്ങനെ സിമ്പിളായി ബാലൻസ് ചെയ്യാന്നുള്ളത് സാർ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ലെങ്തി ആയി പോകണ്ട. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ സാർ ഇവിടെ എഴുതാം. CH4 + 2O2 gives, ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരിക്കും CO2 + 2H2. ആ 2 ഒക്കെ എങ്ങനെ വന്നു എന്ന് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര കാർബൺ ഉണ്ട്, ഇവിടെ എത്ര കാർബൺ ഉണ്ട്, അങ്ങനെ നോക്കി ബാലൻസ് ചെയ്യാം. ഇതില്ലാതെ ഒരു സിമ്പിൾ മെത്തേഡ് ഇതിനുണ്ട്, സാർ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. മക്കൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ആ ഒരു മെത്തേഡ് മക്കൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഇങ്ങനത്തെ ഇക്വേഷൻസ് ഏത് ഇക്വേഷനും ഓക്കെ. ഇനി എനിവേ സാർ എന്ത് ചെയ്യാണ്? അടുത്തതായിട്ട് ഇതിപ്പം മീഥെയിൻ ആണല്ലോ. ഇതെന്താണ്? മീഥെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ബയോഗ്യാസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം അല്ലേ? നാച്ചുറൽ ഗ്യാസ് ആയിട്ട് പരിഗണിക്കാം, പ്രകൃതിവാതകം. ഒരുപക്ഷെ നിങ്ങളോട് എക്സാമിന് ചോദിക്കാണ് ബയോഗ്യാസിന്റെ കമ്പഷന്റെ ഇക്വേഷൻ എഴുതാമോ? നിങ്ങൾ ആലോചിക്കും ഇത് ഏത് ചാപ്റ്ററാ? എടാ മീഥെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മീഥെയിൻ എന്താണ്? ബയോഗ്യാസിന്റെ ഒരു കമ്പണന്റ് ആണ് എന്നുള്ളത് മക്കൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരാളാണ്. അപ്പൊ മീഥെയിൻ എന്താ മക്കളെ? ഞാൻ പറഞ്ഞു ബയോഗ്യാസ് കേട്ടോ, ബയോഗ്യാസ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ബയോഗ്യാസ്. അടുത്തതാണ് ഞാൻ എടുക്കുന്ന ആള്, നിങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ആളാണ് C4H10. ആരാണ് C4H10 എന്ന് പറഞ്ഞാൽ? 4 കാർബണും 10 ഹൈഡ്രജനും ഉള്ളത് വേറെ ആരുമല്ല, നമ്മളുടെ സ്വന്തം ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ ഒരു ഗ്യാസ് ആണ്. ഈ ബ്യൂട്ടൈൻ ഗ്യാസ് ആണ് മക്കളെ നമ്മളുടെ LPG അഥവാ നമ്മളുടെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അതായത് മലയാളം മീഡിയം ആണെങ്കിൽ LPG തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അതിന്റെ മെയിൻ കോമ്പണന്റ് നമ്മളുടെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വീട്ടിലൊക്കെ ഗ്യാസ് കത്തിക്കാറില്ലേ, അത്. അപ്പൊ ആ LPGയിലെ മെയിൻ കോമ്പണന്റ് ആയിട്ടുള്ള ആളാണ് ആര്? ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നേരത്തെ സാറ് ഹെപ്റ്റൈനിനെ തെർമൽ ക്രാക്ക് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മളിവിടെ നോക്കി. അപ്പൊ ഇതിന്റെ ഒരു ഉപയോഗം നിങ്ങളോട് ചോദിക്കുകയാണ്. ഹെപ്റ്റൈനിനെ തെർമൽ ക്രാക്ക് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഉപയോഗം? ബ്യൂട്ടൈൻ കിട്ടുന്നുണ്ട്. ആ ബ്യൂട്ടൈൻ നമുക്ക് LPG ആയിട്ട് ഉപയോഗിച്ചൂടെ? ഓക്കെ, അപ്പം തെർമൽ ക്രാക്കിങ്ങിന്റെ നേരത്തെ പറയാൻ വിട്ടതാണ്. തെർമൽ ക്രാക്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഹയർ ഹൈഡ്രോ കാർബൺസ് നിന്ന് ലോവർ ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഡെഫിനേഷൻ തന്നെയാണ് അതിനുപയോഗം. നമുക്ക് തിരിച്ചു വരാം. അപ്പം ബ്യൂട്ടൈനിന്റെ എന്ത് എഴുതാൻ പോവാണ് സാറ്? കമ്പഷൻ റിയാക്ഷൻ എഴുതാൻ പോവാണ്. സാർ പറഞ്ഞു ഏത് കമ്പഷൻ ആണെങ്കിലും +O2. ഓക്കെ, അതിൽ യാതൊരു മാറ്റവും ഇല്ല. പിന്നെന്താണ്? ഗിവ്സ്. ഹൈഡ്രോ കാർബണിന്റെ കമ്പഷൻ ആണെങ്കിൽ ഏത് ഹൈഡ്രോ കാർബൺ ആയാലും, ഇനി 1000 കാർബൺ ഉള്ള ഹൈഡ്രോ കാർബൺ ആയാലും 10 ആയാലും 1 കാർബൺ ഉള്ളതായാലും കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഹൈഡ്രോ കാർബണിന്റെ കമ്പഷനിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടുക. കാരണം എന്താ? അതിന്റെ കാരണമാണ് സാർ നേരത്തെ പറഞ്ഞതെന്ന്. ഇതിൽ കാർബണും ഹൈഡ്രജനും ഉള്ളൂ. അപ്പൊ കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ. ആ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും. ഇവിടുത്തെ എണ്ണം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുക, കറക്റ്റ് പറയുകയാണെങ്കിൽ 2C4H10, ഇവിടെ 13O2,
ഇവിടെ 8CO2 ഡൺ, ഇവിടെ 10H2O. ഓക്കെ, 10H2O. സാർ ഇത് കാണാതെ പഠിക്കണോ, ഈ നമ്പേഴ്സ് കാണാതെ പഠിക്കണോ? അങ്ങനെ പഠിച്ചു പോകുന്ന കുട്ടികളുണ്ട്. പക്ഷെ അത് കാണാതെ പഠിക്കാതെ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് സാർ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റിന്റെ ആ ഒരു ആധിക്യം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം കുട്ടികൾക്ക് ഇത് ആവശ്യമുണ്ട് അല്ലേ, ആവശ്യമില്ലാത്തത് ഞാൻ ഇതിനകത്തൊക്കെ പറഞ്ഞു തരണേ അല്ലേ. അപ്പൊ അത് എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നറിയാൻ സാർ കമന്റിനായിട്ട് വെയിറ്റ് ചെയ്യും. സോ മക്കൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ 5 റിയാക്ഷൻസ്, 3 റിയാക്ഷൻ നമ്മൾ പബ്ലിക് ലൈവിലും 2 റിയാക്ഷൻ ഇവിടെ എടുത്ത് 5 റിയാക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് സാർ വരും. സോ അതുവരേക്കും സൈനിങ് ഓഫ്.